ഹരി ഓം ഹരി ഓം. ഓം എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മജാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ
ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിൽ ദശമസ്കന്ധത്തിലെ 37-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗം 37-ാം അധ്യായത്തിൽ ആദ്യ ഭാഗം 9 ശ്ലോകങ്ങളെ കൊണ്ട് കേശിവധം വർണ്ണിച്ചു. അതിനുശേഷം പിന്നീട് ഭഗവാനും നാരദ മഹർഷിയുമായിട്ടുള്ള സംവാദം, അതും നമ്മൾ 15 ശ്ലോകങ്ങളെ കൊണ്ട് കണ്ടു. 24 ശ്ലോകം വരെയുള്ളത് വിസ്തരിച്ച് കണ്ടു. ഇനിയുള്ളത് അവസാന ഭാഗം 10 ശ്ലോകങ്ങൾ. വ്യോമാസുരവധം. കംസന്റെ ഭൃത്യനായിട്ടുള്ള വ്യോമാസുരൻ ഭഗവാനെ വധിക്കാനും ഗോപന്മാരെ ഉപദ്രവിക്കാനുമായി ഗോകുലത്തിൽ വന്ന് കള്ളനും പോലീസും കളിക്കുക എന്ന പോലെയുള്ള ഗോപന്മാരുടെ കളിയിൽ, എന്നുവെച്ചാൽ അന്നത്തെ പോലീസ് രാജഭടന്മാർ. അപ്പോൾ ചിലർ കള്ളന്മാരായും ചിലർ രാജഭടന്മാരായും ചിലർ കട്ടുകൊണ്ടുപോകാനുള്ള മുതൽ വേണമല്ലോ, അതിന് ആട്ടിൻകുട്ടികളും പശുക്കുട്ടികളും ഒക്കെ ആയിട്ട് ചിലർ ഇതിനൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ, കള്ളന്മാരെ പിടിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന, എന്താ പറയുക, രാജസ്ഥാനത്തിരുന്നു കൊണ്ടും മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ടും ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയൊക്കെ. അപ്പോൾ വളരെ നല്ലൊരു രീതിയിൽ രാജാവ്, മന്ത്രി, സേനാനായകന്മാർ, നായകന്മാർ, അല്ലെങ്കിൽ എന്താ പറയുക, പടയാളികൾ, കട്ടുകൊണ്ടുപോകാനുള്ള മുതലുകൾ, അതുപോലെ കള്ളന്മാർ, ഇങ്ങനെയൊക്കെ പലരും പല രൂപത്തിൽ വേഷം കെട്ടി കളിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ വ്യോമാസുരൻ വന്നൊരു ഗോപരൂപത്തിൽ കള്ളൻ്റെ വേഷമാണ്. താനും കള്ളനാണെന്ന് പറഞ്ഞ് കട്ടുകൊണ്ടുപോകുന്നത് മുഴുവൻ ഈ പശുരൂപത്തിലും ആട്ടിൻ്റെ രൂപത്തിലുള്ള ഗോപന്മാരെയൊക്കെ കട്ടുകൊണ്ടുപോയി എല്ലാവരെയും ഗുഹയിൽ കൊണ്ടുപോയി അടയ്ക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും അവസാനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ പിടിച്ച് വധിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവൻ്റെ ഉദ്ദേശ്യം. ഭഗവാൻ അവനെ കയ്യോടെ പിടികൂടുന്നതും അവനെ വധിക്കുന്നതുമായിട്ടുള്ള കഥയാണ് വളരെ മനോഹരമായി 10 ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അധ്യായം മുഴുവൻ വായിക്കാം. ആദ്യം തൊട്ട് തന്നെ വായിക്കാം, എന്നിട്ട് അതിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 37-തമോऽധ്യായः. ശ്രീശുക ഉവാച. കേശീതു കംസപ്രഹിതഖുരൈർമഹീം മഹാഹയോ നിർജ്ജരയന്മനോജവഃ സടാവദൂതാഭ്രവിമാനസങ്കുലം കുർവന്നബോഹേഷിതഭീഷിതാഖിലഃ. വിശാലനേത്രോ വികടാസ്യ കോടരോ ബൃഹദ്ഗളോ നീലമഹംബുദോപമഃ ദുരാശയക്കംസഹിതം ചികീർഷുഃ വ്രജം സനന്ദസ്യ ജഗാമകമ്പയൻ. തം ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്ധേഷിതൈർവാലവിഘൂർണിതാംബുദം ആത്മാനമാജൗ മൃഗയന്തമഗ്രണീഃ
ഉപാഹ്വയത്സ വ്യനദൻ മൃഗേന്ദ്രവത് സതം നിശാമ്യാഭിമുഖോ മുഖേനഖം പിബന്നിവാഭ്യദ്രവദത്യമർഷണഃ ജഗാനപദ്ഭ്യാമരവിന്ദലോചനം ദുരാസദശ്ചണ്ഡജവോ ദുരത്യയഃ തദ്വഞ്ചയിത്വാ തമധോക്ഷജോരുഷ പ്രഗൃഹ്യദോർഭ്യാം പരിവിദ്യപാദയോഃ സാവജ്ഞമുത്സൃജ്യ ധനുഃശതാന്തരേ യഥോരകം താർക്ഷ്യസുതോ വ്യവസ്ഥിതഃ സലബ്ധസംജ്ഞഃ പുനരുത്ഥിതോരുഷ വ്യാദായ കേശീതരസാപദധ്വരിം സോപ്യസ്യ വക്ത്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യഥോരകം ബിലേ ദന്താനിപേതുർഭഗവദ്ഭുജസ്പൃശഃ തേ കേശിനസ്തപ്തമയഃ സ്പൃശോ യഥാ ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യഥാ മയഃ സംവവൃധേ ഉപേക്ഷിതഃ സമേധമാനേന സകൃഷ്ണബാഹുന നിരുദ്ധവായുശ്ചരണാംശ്ച വിക്ഷിപൻ പ്രസ്വിന്നഗാത്രഃ പരിവൃത്തലോചനഃ പപാതലേണ്ഡം വിസൃജൻ ക്ഷിതൗ വ്യസുഃ തദ്ദേഹതഃ കർക്കടികാബലോപമാദ് വ്യസോരപാകൃഷ്യ ഭുജം മഹാഭുജഃ അവിസ്മിതോ യത്നഃ ദാരിരുത്സ്മയൈഃ പ്രസൂനവർഷൈർദിവിഷദ്ഭിരീഡിതഃ ദേവർഷിരുപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണം രഹസ്യേതദഭാഷത കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സത്വതാം പ്രവര പ്രഭോ ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിർവൈധസാം ഗൂഢോ ഗുഹാശയഃ സാക്ഷി മഹാപുരുഷ ഈശ്വരഃ ആത്മനാത്മാശ്രയഃ പൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിദം സത്യസങ്കൽപഃ സൃജസി അൽസി അവസി ഈശ്വരഃ സത്വം ഭൂതരഭൂതാനാം ദൈത്യപ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച ദിഷ്ട്യാ തേ നിഹതോ ദൈത്യോ ലീലയായം ഹയാകൃതിഃ യസ്യ ഹേഷിതസംത്രസ്താഃ ത്യജന്ത്യനിമിഷാദിവം ചാണൂരം മുഷ്ടികം ചൈവ മല്ലാനന്യാംശ്ച ഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരശ്വോ ഹനിതേ വിഭോ തസ്യാനുശങ്കയവനമുരാണാം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം പാപാദ്വാരകായാം ജഗത്പദേ സ്യമന്തകസ്യ ച മണേഃ ആദാനം സഹ ഭാര്യയാ മൃതപുത്രപ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമതഃ പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശിപുര്യാശ്ച ദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി അതതേ കാലരൂപസ്യ ക്ഷപൈഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമ്യർജുന സാരഥേഃ വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായാ ഗുണപ്രവാഹം ഭഗവന്തമീമഹി ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമദ്യാർത്ഥമനുഷ്യ വിഗ്രഹം നതോസ്മി ധുര്യം യദു വൃഷ്ണിസാത്വതാം. ശ്രീശുക ഉവാച ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനിഃ പ്രണിപത്യാഭ്യനുജ്ഞാതോ യയൗ തദ്ദർശനോത്സവഃ ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത് പാലൈഃ പ്രീതൈർവ്രജസുഗാവഹ ഏകദാ തേ പശൂൻ പാലാഃ ചാരയന്തോദ്രിസാനുഷു ചക്രുർനിലായന ക്രീഡാഃ ചോരപാലാപദേശതഃ തത്രാസൻ കതിചിത് ചോരാഃ ബാലാശ്ച കതിചിത് നൃപ മേഷായിതാശ്ച തത്രൈകേ വിജഹ്രു അകുതോഭയാഃ മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷദൃക് മേഷായിതാൻ അപോവാഹ പ്രായശ്ചോരായിതോ ബഹൂൻ
ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ ശിലയാപി ദധേ ദ്വാരം ചതുഃ പഞ്ചാവശേഷിതാഃ തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണഃ ശരണതഃ സദാം ഗോപാന്നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസ സ നിജം രൂപമാസ്ഥായ ഗിരീന്ദ്രസദൃശം ബലി ഇച്ഛൻ വിമോക്തുമാത്മാനം നാശഗ്നോദ്ഗ്രഹണാതുരഃ തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരം അമാരയത് ഗുഹാപിധാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃത്സ്രതഃ സ്തൂയമാനഃ സുരൈർഗോപൈഃ പ്രവിവേശസ്വഗോകുലം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വ്യോമാസുരവധോ നാമ സപ്തത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നമ്മൾ രാവിലെ നാരദ മഹർഷി ഭഗവാനുമായിട്ട് സമാഗമിച്ച് ഭഗവാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഭഗവാന്റെ അവതാര ദൗത്യത്തെ ഓർമ്മിപ്പിക്കും വിധം എല്ലാം അവതരിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ ഇവിടെ തന്നെ ഈ ഗോകുലത്തിൽ തന്നെ ഇരിക്കേണ്ടതല്ല. ഭഗവാൻ യാദവന്മാരുടെ രക്ഷകനാണ്. അവിടേക്ക് പോകണം, മധുരാപുരിയിലേക്ക് പോകണം. കംസ ചാണൂര മുഷ്ടികാദികളെയൊക്കെ വധിക്കേണ്ടതുണ്ട്. അച്ഛനമ്മമാരെ മോചിപ്പിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് സാന്ദീപൻ ഈ ഗുരുകുലത്തിൽ പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പുത്രനെ തിരിച്ചു കൊണ്ടു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ പിന്നീട് അനേക ദൈത്യന്മാരെ വധിക്കാനുണ്ട്. അതാണ് തുടർന്ന് ചാണൂരം മുഷ്ടികം മല്ലാൻ അന്യാംശ ഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരശോഹനിതേ വിഭോ. നാരദൻ പറഞ്ഞു മറ്റന്നാൾ എന്ന് തന്നെ നാരദന്റെ ത്വരയെ സൂചിപ്പിച്ചു. അതിനുശേഷം ശങ്കാസുരൻ അഥവാ പഞ്ചജനൻ എന്ന അസുരനെയും യവനനെയും മുരനെയും നരകാസുരനെയും എല്ലാം വധിക്കുന്നതും പാരിജാത അപഹരണം ഇന്ദ്രന്റെ സ്വർഗത്തിൽ നിന്ന് എന്നിട്ട് ഇന്ദ്രനെ പരാജയപ്പെടുത്തുന്നതും അതുപോലെ ഭഗവാന്റെ അനേക കന്യകമാരെ വീര്യശുൽക്കമായിട്ട് വിവാഹം ചെയ്യുന്നതും നൃഗൻ എന്ന രാജാവിന് ശാപമോക്ഷം കൊടുത്ത് ഓന്ത് ആയിരുന്ന അദ്ദേഹത്തിന്റെ ദേവലോകത്തേക്കുള്ള യാത്രയാക്കുന്നതും അതുപോലെ ശമന്തകമണിയും അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതും ജാമ്പവതിയെ വിവാഹം കഴിക്കുന്നതും മറ്റ് ബ്രാഹ്മണസ്യ മൃതപുത്രപ്രദാനം സ്വദാമതഃ ബ്രാഹ്മണന്റെ മരിച്ചുപോയ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നതും അത് സാന്ദീപനിയുടെ പുത്രനാവാം, അതല്ലെങ്കിൽ എന്താ പറയുക സന്താനഗോപാലത്തിലെ പുത്രന്മാരാവാം. സ്വദാമതഃ എന്ന് പറഞ്ഞതുകൊണ്ട് ഭഗവാന്റെ ധാമത്തിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് അത് സന്താനഗോപാലൻ കഥയാവാം. അതുപോലെ പൗണ്ഡ്രകൻ എന്ന വാസുദേവന്റെ വധം, കാശിപുരിയെ ദഹിപ്പിക്കുന്നത്, ശിശുപാല ദന്തഭക്തന്മാരുടെ വധം, അതുപോലെ ഇനിയും ദ്വാരകയിൽ വസിച്ചുകൊണ്ട് ഏതെല്ലാം കർമ്മങ്ങൾ അങ്ങ് ചെയ്യാൻ പോകുന്നുവോ ഭാവിയിൽ കവികളാൽ ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള അതെല്ലാം ഞാൻ കാണും. ദ്രക്ഷ്യാമ്യഹം, അഹം ദ്രക്ഷ്യാമി, ഞാൻ കാണുമെന്ന് നാരദൻ പറയണം. അതുപോലെ തന്നെ അങ്ങ് കാലസ്വരൂപനാണ്.
അക്ഷൗഹിണികൾ നശിപ്പിക്കാനായിക്കൊണ്ട് പാർത്ഥസാരഥിയായിക്കൊണ്ട് ആ പാർത്ഥനെ കൊണ്ട് തന്നെ അനേക അക്ഷൗഹിണികളെ കൊന്നുകളയുന്ന ആ മഹാഭാരത യുദ്ധത്തിലൂടെ ഭൂമിഭാരം തീർക്കുന്നതും എല്ലാം ഞാൻ കാണും എന്ന് പറഞ്ഞു. ദ്രക്ഷ്യാമി എന്ന അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമി അർജുന സാരഥേഹെ. അർജുന സാരഥിയായി അങ്ങയാൽ അക്ഷൗഹിണികളെ വധിക്കുന്നത് ഞാൻ കാണും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥം അമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായാ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. അല്ലേ, ഭഗവാൻ നിർമ്മലമായ ജ്ഞാന സ്വരൂപമാണ്, വിജ്ഞാനഘനമാണ്, ചൈതന്യഘനമാണ്. അതുപോലെ തന്നെ തൻ്റെ തന്നെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥം, ഒരു കർമ്മവും കർത്തവ്യവും ചെയ്യാനില്ല, എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞവനാണ്, ആപ്തകാമനാണ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന എന്ന അവസ്ഥയെ പ്രാപിച്ചവനാണ്. എന്നാൽ അമോഘ വാഞ്ചിതം, എന്താണോ ഭഗവാൻ വാഞ്ചിച്ചത്, സങ്കല്പിച്ചത്, അത് അമോഘമാകും, ഒരിക്കലും മോഘമാവുകയില്ല. അപ്പോൾ സത്യസങ്കല്പനാണ്. അങ്ങനെയുള്ള ഭഗവാൻ തന്നെ തൻ്റെ തേജസ് കൊണ്ട്, തൻ്റെ ജ്ഞാന പ്രഭാവം കൊണ്ട് നിത്യനിവൃത്തമായാ ഗുണപ്രവാഹം, ആ സംസാരപ്രവാഹത്തിൽ നിന്ന് നിത്യനിവൃത്തനാണ്, നിത്യബുദ്ധനാണ്, നിത്യമുക്തനാണ്. ഭഗവാന്റെ ആ നിത്യ ബുദ്ധമുക്ത സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഭഗവന്തം ഈ മഹി, ഞാൻ പ്രാപിക്കുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് ഭഗവാനെ സ്തുതിച്ചു. പിന്നെയും ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമദ്യാത്തമനുഷ്യ വിഗ്രഹം മതോസ്മി ധുര്യം യദുവൃഷ്ണി സത്വതാം. ഈശ്വരനായ ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്താവായ അങ്ങയെ സ്വാശ്രയം, ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രനായിക്കൊണ്ട് ആത്മമായയാ വിനിർമ്മിത അശേഷ വിശേഷ കൽപ്പന, സ്വന്തം മായാശക്തി കൊണ്ട് തന്നെ ഈ അശേഷ വിശേഷ കൽപ്പനകളെ വിനിർമ്മിതം, ഈ നാനാത്വ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങ് ഏകനായിട്ട് തന്നെയാണ് അങ്ങയുടെ ശക്തിയായ മായയെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത്, വേറൊരാളുടെയും സഹായമില്ലാതെ. അതാണ് സ്വാശ്രയം. അങ്ങ് എന്തിനു വേണ്ടിയിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കണോ? ക്രീഡാർത്ഥം അദ്യ ആത്തമനുഷ്യ വിഗ്രഹം, ലീല ചെയ്യാനായിക്കൊണ്ട് ഇപ്പോഴതാ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. യദുവൃഷ്ണി സാത്വതാം ദുര്യം, യാദവന്മാരും വൃഷ്ണികളും സാത്വതന്മാരുടെയെല്ലാം ദുര്യനാണ് അങ്ങ്, അവരുടെ എല്ലാം രക്ഷകനാണ്, ഭാരവാഹിയാണ്, അവരിൽ ശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള അങ്ങയെ അഹം നതഃ അസ്മി, ഞാനിതാ നമസ്കരിച്ചവനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു എന്നറിയാം. നല്ല 2 ശ്ലോകങ്ങളാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും പഠിച്ചു വെച്ച് എന്നും ചൊല്ലാവുന്നതാണ്. ആ ഭഗവാന്റെ തത്വം ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചിരിക്കുമ്പോഴും എന്തിനു വേണ്ടി അവതരിച്ചിരിക്കുന്നു, എന്താണ് ഭഗവാന്റെ അവതാരത്തിന്റെ താല്പര്യം, വാസ്തവത്തിൽ ഭഗവാൻ ആരാണ്, ഇത് രണ്ടും നന്നായി 2 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. ആ ഭഗവാനെ സ്തുതിക്കാനും ധ്യാനിക്കാനും ഉത്തമമാണ്. കാരണം ആ ഭഗവാനെ സംസാര നിവൃത്തനായി നിത്യമുക്തനായി നിരന്തരം ഉപാസിക്കുമ്പോൾ ആ ഭഗവാന്റെ തത്വം നമ്മുടെ ആത്മതത്വം തന്നെയാണെന്ന് നമുക്ക് അറിവുണ്ടാകുമ്പോൾ ഭഗവാനെ പോലെ നമ്മളും വാസ്തവത്തിൽ നിത്യ ബുദ്ധ മുക്ത സ്വരൂപന്മാരാണ്, സ്വരൂപികളാണ് എന്ന ഓർമ്മ നമുക്ക് വരും. ആ ഓർമ്മ വരാൻ സഹായിക്കുന്നതാണ് ഈ ശ്ലോകം. എന്നും ഓർമ്മ ഉണ്ടാവട്ടെ. നമ്മൾ മറന്നുപോയതാണ് നമ്മുടെ സ്വരൂപം. നമ്മൾ ബദ്ധരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
നമ്മൾ തന്നെ അജ്ഞാനം കൊണ്ട് നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ട് നമ്മൾ തന്നെ അഴിക്കണം. എങ്ങനെ? ബോധം കൊണ്ട്, ജ്ഞാനം കൊണ്ട്. ആ ബോധം നമ്മളിൽ ഉറയ്ക്കാനുള്ള ഒരു ഉത്തമ ശ്ലോകമാണ് 23-ാമത്തെ ശ്ലോകം. അതുപോലെ ഭഗവാനെ സഗുണ സാകാരമൂർത്തിയായി, അവതാരമൂർത്തിയായി സ്തുതിച്ച് നമസ്കരിക്കാനുള്ള ശ്ലോകമാണ് 24-ാമത്തെ ശ്ലോകം. അതിമനോഹരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ്. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥം അമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായാ ഗുണപ്രവാഹം ഭഗവന്തമീമഹി ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമദ്യാപ്തമനുഷ്യവിഗ്രഹം നതോസ്മി തുര്യം യതു വൃഷ്ണി സാത്വതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് തുടർന്നുള്ള കഥ 25-ാം ശ്ലോകം മുതൽക്കാണ് വ്യോമാസുരവധം വർണ്ണിക്കുന്നത്. അതിലേക്ക് വരാം. ശ്രീശുക ഉവാച ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനിഃ പ്രണിപത്യാദ് അഭ്യനുജ്ഞാതോ യയൗ തദ്ദർശനോത്സവഃ. ശ്രീശുക ഉവാച ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനിഃ പ്രണിപത്യാഭ്യനുജ്ഞാതോ യയൗ തദ്ദർശനോത്സവഃ. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുന്നു. മറ്റൊരു കഥ തുടരുന്നു. ഇതുവരയ്ക്കും നാരദന്റെ വാക്കുകളാണ് കണ്ടത്. ഇനി ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഏവം ഇപ്രകാരം യദുപതിം കൃഷ്ണം പ്രണിപത്യ അഭ്യനുജ്ഞാതഃ തദ്ദർശനോത്സവഃ മുനിഃ ഭാഗവത പ്രവരഃ മുനിഃ യയൗ. അപ്പൊ മുനിഃ യയൗ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഏതാ മുനി? നാരദഃ. നാരദമുനി യയൗ യാത്രയായി, യാനം ചെയ്തു. അദ്ദേഹം അവിടുന്ന് പോയി. അദ്ദേഹത്തിന്റെ അടുത്ത ഡ്യൂട്ടിക്കായിക്കൊണ്ട് പോയി. ഒരു നിമിഷം പോലും വെറുതെ കളയുന്ന ആളല്ല നാരദ മഹർഷി എന്നറിയാം അല്ലേ. ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് കരുണയോടുകൂടി നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ആരെയാ അനുഗ്രഹിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന് എല്ലാവരെയും ഭഗവാന്റെ സവിധത്തിലേക്ക് അടുപ്പിക്കാനായിക്കൊണ്ട് പരിശ്രമിക്കുന്ന, ആത്മജ്ഞാനം നൽകുന്ന ഒരു മഹാത്മാവാണ് ഭാഗവതോത്തമനായിട്ടുള്ള ഈ മുനി. അപ്പോൾ മുനിഃ യയൗ, മുനി യാത്രയായി. കീദൃശഃ മുനി കിം കൃത്വാ യയൗ എന്നുള്ളതാണ് അവിടെ വിഷയം. അപ്പോൾ ഏവം എന്ന് പറയണ്ടേ. ഏവം എന്ന് പറഞ്ഞാലോ മുൻ പറഞ്ഞ പ്രകാരം. അപ്പോൾ മുൻ ശ്ലോകങ്ങളിൽ നാരദൻ ഭഗവാനെ സ്തുതിക്കുന്നതും നമസ്കരിക്കുന്നതും പറഞ്ഞു. അതിനെ തന്നെയാണ് ഏവം. ആ ഭാഗവത പ്രവരനായിട്ടുള്ള, ഭാഗവതോത്തമനായിട്ടുള്ള മുനി യദുപതിം കൃഷ്ണം പ്രണിപത്യ. യദുപതി യാദവപതിയായ, അവ ഇനി യാദവന്മാരെ രക്ഷിക്കാനായി കൊണ്ടുപോകുന്ന ആ കൃഷ്ണനെ പ്രണിപത്യ, പ്രകർഷേണ നിപത്യ, നന്നായി നമസ്കരിച്ച്, വീണ് നമസ്കരിച്ച്, അഭ്യനുജ്ഞാതഃ. അഭ്യനുജ്ഞാതഃ യാത്രാനുമതി നൽകപ്പെട്ടവനായിട്ട്, ലഭിക്കപ്പെട്ടവനായിട്ട് നോക്കർത്ഥം. അപ്പൊ പോകാനുള്ള അനുജ്ഞ ഭഗവാൻ കൊടുത്തു. അപ്പൊ നോക്കൂ, ഇപ്പൊ 11 വയസ്സുള്ള ബാലനാണ്. പക്ഷേ നാരദ മഹർഷി ആ ബാലനെ എന്തായിട്ട് കണ്ടു? സാക്ഷാൽ ജഗതീശ്വരനായി, പരബ്രഹ്മമായി ഒക്കെ കണ്ടുകൊണ്ടാണ് വീണ് നമസ്കരിക്കുന്നത്. അങ്ങനെ പ്രണിപത്യ അഭ്യനുജ്ഞാതഃ തദ്ദർശനോത്സവഃ അല്ലേ. തദ്ദർശനോത്സവഃ, ആ ഭഗവാനെ ദർശിച്ച ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആനന്ദാനുഭൂതി, ആനന്ദാതിരേകം. അതൊരിക്കലും അല്ലേ നമുക്ക് വെറും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വന്നാൽ തന്നെ ഒരു അനുഭൂതിയാണ്.
ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി ഭഗവാനെ കണ്ടിട്ട് വരുമ്പോൾ തന്നെ എന്തൊരു അനുഭൂതിയാണ്. ശ്രീ പത്മനാഭസ്വാമിയെ കണ്ടുവരുമ്പോൾ എന്തൊരു അനുഭൂതിയാണ്. കുംഭമേളയിൽ പോയി ഒരു മുങ്ങിക്കുളിച്ച് വരുന്നതായിട്ട് ആളുകൾക്ക് എന്തൊരു അനുഭൂതിയാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ പോകുന്നത്, എത്ര കിലോമീറ്ററുകളാണ് നടക്കുന്നത്, എത്ര മണിക്കൂറുകളാണ് ട്രാഫിക്കിൽ പെട്ട് കിടക്കുന്നത്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാ പോയതെന്ന് ചോദിച്ചാൽ യുക്തിവാദികളുടെ ദൃഷ്ട്യാ ഒരു കുളിക്കാൻ വേണ്ടി, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി, അതിന് ഇവിടെ ബാത്റൂമിൽ നല്ല ചുടുവെള്ളത്തിൽ കുളിച്ചാൽ പോരെ എന്നൊക്കെ യുക്തിവാദികൾ ചോദിച്ചു എന്ന് വരാം. നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ ഇവിടെ കുളിച്ചുകൂടെ, അവിടെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ കുളിക്കുന്ന എന്താ പറയുക ധാരാളം അഴുക്കും അണുക്കളും ഒക്കെ ഉള്ളതായിട്ടുള്ള ആ വെള്ളത്തിൽ പോയി കുളിക്കണമെന്നൊക്കെ മൂഢജനങ്ങൾ ചോദിക്കാം. പക്ഷെ അത് കുളിച്ച് വരുന്നവരോട് ചോദിക്കണം അതിൻ്റെ ഒരു അനുഭൂതി അല്ലേ. അവർക്ക് ദിവസങ്ങളോളം അല്ലെങ്കിൽ ആ ജീവനാന്തം അതൊരു സ്മരണയുണ്ടാവും. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിൽ കണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അവതാര ദൗത്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ച് സന്തോഷത്തോടുകൂടി മടങ്ങുന്ന ആ നാരദ മഹർഷിയെ പോലെ ഒരു ഭാഗവതോത്തമന് എത്ര നിറവുണ്ടാവും ഒന്ന് ചിന്തിക്കുക. തദ്ദർശനോത്സവ മുനിഹി യയൗ, അദ്ദേഹം ആ നിറവോടുകൂടെ യാനം ചെയ്തു മടങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ നാരദ ഭഗവാനുമായിട്ടുള്ള സംവാദം അവിടെ പൂർത്തീകരിച്ചു. അതിനുശേഷം ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത്പാലൈഃ പ്രീതൈർവ്രജസുഗാവഹ. ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത്പാലൈഃ പ്രീതൈർവ്രജസുഗാവഹ. കുംഭമേളയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്തായാലും എനിക്ക് ഇതുവരെ പോകാനുള്ളൊരു തീരുമാനം തോന്നിയില്ല, നിശ്ചയം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര നേരം വരെ പോകാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ നമ്മുടെ ഇവിടെ നിന്നുള്ള എൻ്റെ ബ്രഹ്മചാരിമാരൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ശിഷ്യകലങ്ങൾ എന്ന് പറയും പോലെ നമ്മുടെ കൂടെ ഋഷികേശിൽ ചണ്ഡികാഹോമം നടത്തുന്നതിൽ എൻ്റെ കൂടെ നിന്ന് ആനന്ദ് ചൈതന്യ എന്ന് പറയുന്ന സദാനന്ദ സ്വാമിയുടെ ശിഷ്യൻ, അദ്ദേഹവും കുറച്ച് കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ ക്യാനുകളിൽ ഗംഗാജലം അവിടുന്ന് പ്രയാഗിൽ നിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുളിക്കാം, ആർക്കൊക്കെ വേണോ അവർക്കൊക്കെ വിതരണം ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അവർ കൊണ്ടുവന്ന ശേഷം ഡേറ്റൊക്കെ അനൗൺസ് ചെയ്ത് എല്ലാവർക്കും കുംഭമേളയിലെ തീർത്ഥജലം അവിടുന്ന് മുങ്ങിയെടുത്ത ജലം, അവിടുന്ന് അനുമതിയൊക്കെ മേടിക്കണത് കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ അതിനുള്ള സാമർഥ്യമുള്ള ആളാണ് നമ്മുടെ ഈ പോയിട്ടുള്ളവരൊക്കെ. നല്ല പലരുമായിട്ട് സന്യാസിമാരും ഒക്കെ ആയിട്ട് ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ പോയിട്ട് വേണ്ടത് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ പാലക്കാട് നമ്മുടെ ആശ്രമത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും മറ്റ് പാലക്കാട് നഗരത്തിലുള്ളവർക്കൊക്കെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആൾക്കൊരു 200-250 ml വീതം കുറേ കൊണ്ടുവരാനായിട്ട് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പാക്ക് ചെയ്ത് ട്രെയിനിലും കുറച്ച് കൊണ്ടുവരും, കുറച്ച് പാർസലായിട്ട് അയക്കാനും ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാം, പാലക്കാട് വന്ന് വാങ്ങിക്കാം. പോകുന്നവരൊക്കെ നേരിട്ട് പോവുക. നല്ല ട്രാഫിക് ജാമുകളുണ്ട് എല്ലായിടത്തും. ഇന്നലത്തെ പൗർണമിയോടുകൂടി കുറച്ചുകൂടി തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് വാങ്ങിക്കണം. പാർസൽ അയക്കാൻ പറ്റുമോ ഈ സാധനമൊക്കെ അറിയില്ല, അത് അന്വേഷിക്കണം. കാരണം ലിക്വിഡായിട്ടുള്ള സാധനമാണ്, വെള്ളമാണ്. പാർസലൊക്കെ അയച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. ആലോചിക്കട്ടെ, അത് പോസ്റ്റ് ഓഫീസിൽ ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ കൊറിയറൊക്കെ ആകുമ്പോൾ നല്ല ചാർജാവും. അപ്പോൾ ഒന്ന്
അഡ്വാൻസായി പറഞ്ഞു എന്നേ ഉള്ളൂ. പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് ആ വെള്ളത്തിൽ തന്നെ കുളിച്ചു എന്നുള്ള ഒരു തൃപ്തി കിട്ടാൻ വേണ്ടി, ആ സ്ഥാനത്ത് പോയില്ലെങ്കിലും ആ വെള്ളത്തിൽ കുളിച്ചു എന്നുള്ളൊരു തൃപ്തി കിട്ടാം. എന്തായാലും ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മിക്കവാറും ശിവരാത്രിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. പാർസൽ അവിടുന്ന് അയക്കുന്നത് വരണം. അവരിന്നേ പോയിട്ടുള്ളൂ, കുട്ടികൾ ഇന്നേ പോയിട്ടുള്ളൂ. നോക്കട്ടെ. നോക്കാം. അപ്പോൾ നമുക്ക് തുടരാം. ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത് പാലൈഃ പ്രീതൈർ വ്രജസുഖാവഹഃ. ഭഗവാനപി ഗോവിന്ദഃ, ഗോവിന്ദഃ ഭഗവാനപി, ഗോവിന്ദൻ ഗോക്കളെ മുഴുവൻ പരിപാലിക്കുന്നവൻ, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാൻ ഗോവിന്ദഃ ആഹവേ കേശിനം ഹത്വാ, ആഹവേ യുദ്ധം, യുദ്ധത്തിൽ കേശിനം ഹത്വ, കേശിയെ വധിച്ചിട്ട്. അപ്പൊ കേശിവധം കഴിഞ്ഞതിനെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. ആഹവേ കേശിനം ഹത്വ വ്രജസുഖാവഹ, വ്രജത്തിന് സുഖത്തെ കൊണ്ടുവരുന്നവനാണ് ഭഗവാൻ. അപ്പോൾ വ്രജവാസികളെയെല്ലാം സന്തോഷിപ്പിക്കുന്നവനായ ഭഗവാൻ പ്രീതൈഹി പാലൈഹി പശൂൻ അപാലയത്. പ്രീതൈഹി പാലൈഹി, പ്രീതന്മാരായിരിക്കുന്ന തന്നോട് പ്രിയമുള്ളവരായ, പ്രീതി എന്ന് പറഞ്ഞാൽ പ്രിയം, അതുപോലെ ഉള്ളിലുള്ള നിറവ്, സന്തോഷം, അതിനൊക്കെ പ്രീതി എന്ന് പറയും. അപ്പോൾ തന്നോട് പ്രേമമുള്ളവരും സന്തുഷ്ടരുമായിരിക്കുന്ന ആ ഗോപാലന്മാരോടുകൂടി, പാലൈഹി എന്ന് പറഞ്ഞാൽ പശുപാലൈഹി ഗോപാലൈഹി, പശൂൻ അപാലയത്, പശുക്കളെ പാലനം ചെയ്തു. അപ്പോൾ വീണ്ടും ഭഗവാൻ ഒന്നും അറിയാത്ത പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന് യാതൊരു മാറ്റവും ഇല്ല, അത് തുടരുകയാണ്. ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത് പാലൈഃ പ്രീതൈർ വ്രജസുഖാവഹഃ. ഏകദാ തേ പശൂൻ പാലാഃ ചാരയന്തോദ്രിസാനുഷു ചക്രുരു നിലായന ക്രീഡാശ്ചോരബാലാപദേശതഃ. ഏകദാ തേ പശൂൻ പാലാഃ ചാരയന്തോദ്രിസാനുഷു ചക്രുരു നിലായന ക്രീഡാശ്ചോരബാലാപദേശതഃ. ഏകദാ, ഒരിക്കൽ, തേ പാലാഹ, തേ പാലാഹ തേ ഗോപാലാഹ, ആ ഗോപാലന്മാര് എന്ത് ചെയ്യുന്നു? അദ്രിസാനുഷു പശൂൻ ചാരയന്തഃ. അദ്രിസാനുഷു പർവ്വതത്തിന്റെ സാനുക്കളിൽ എന്ന് പറഞ്ഞാൽ താഴ്വാരങ്ങളിൽ എന്നൊക്കെ അർത്ഥം. പശൂൻ ചാരയന്തഃ, പശുക്കളെ ചരിപ്പിക്കുന്നവരായിട്ട്, മേയ്ക്കുന്നവരായിട്ട്, പശുക്കളെ സഞ്ചരിപ്പിച്ച് മേയ്ക്കുന്നവരായിട്ട് അവരുടെ ദിനം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ ചോരപാല അപദേശതഃ നിലായന ക്രീഡാഃ ചക്രുഹു. നിലായന ക്രീഡ, നിലായനം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക, മറഞ്ഞിരിക്കുക എന്നൊക്കെ അർത്ഥമാണ്. നിലായന ക്രീഡ ഒളിച്ച് കളിക്കുക, മറഞ്ഞു കളിക്കുക, എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുക, ഏതെങ്കിലും ഗുഹയ്ക്കുള്ളിലോ ഏതെങ്കിലും കുഴിക്കുള്ളിലോ ഒക്കെ മറഞ്ഞിരിക്കുന്നതിനാണ് നിലായനം എന്ന് പറയുന്നത്. അപ്പൊ അത് ക്രീഡയായിട്ട്, ഒളിഞ്ഞു കളി, ക്രീഡയായിട്ട്, നിലായന ക്രീഡാഹ, ക്രീഡ ചെയ്യുന്നവരായിട്ട് എന്ത് ചെയ്തു? ചോര പാല അപദേശതഃ എന്ന് പറയുന്നുണ്ട്. നിലായന ക്രീഡ ചെയ്യുമ്പോൾ അപദേശം എന്ന് പറഞ്ഞാൽ നാമം, പേര് എന്നൊക്കെ അർത്ഥമാണ്. അത് അല്ലെങ്കിൽ വ്യാജം, വേഷം, നാടകം എന്നൊക്കെ അർത്ഥം. എന്താ ഉപദേശം ഇവിടെ? ചോര പാല, ചോരന്മാര് പാലന്മാര്. അപ്പോൾ കട്ടുകൊണ്ടുപോകുന്ന കള്ളന്മാര് പശുക്കുട്ടികളെയോ ആട്ടിൻകുട്ടികളെയോ ഒക്കെ
കട്ടുകൊണ്ടുപോകുന്നവരാണ് ചോരന്മാര്. ചോരന്മാരായിട്ട് കുറച്ച് പേര്, പാലന്മാരായിട്ട് കുറച്ച് പേര് എന്ന് വെച്ചാലോ രാജാവിൻ്റെ ഭടന്മാരായിട്ട്, രാജപാലകന്മാരായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക നിയമപാലകന്മാരായിട്ട്, പോലീസ് ആയിട്ട് കുറച്ച് പേര്. ആ അപദേശത എന്ന വ്യാജേന എന്ന വേഷം കെട്ടോടുകൂടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ചില പ്രത്യേകമായിട്ടുള്ള വേഷങ്ങളും ഒക്കെ അവർ എടുത്തണിയുന്നുണ്ടാവും. പ്രകൃതിയിൽ നിന്ന് തന്നെയുള്ളതായിട്ടുള്ള ഇലകളെ കൊണ്ട് തൊപ്പിയൊക്കെ ധരിപ്പിച്ച് രാജഭടന്മാരെ പോലെ തൊപ്പിയും അതുപോലെ എന്താ പറയുക കയ്യിലും കാലിലും ഒക്കെ ആഭരണങ്ങൾ പോലെയൊക്കെ വെച്ച് കെട്ടി കയ്യിൽ വാളൊക്കെ ഉള്ള അതുപോലെയൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി രാജഭടന്മാരുടേതായിട്ടുള്ള വേഷം നല്ല മീശയൊക്കെ വരച്ച് ഗംഭീരന്മാരായിട്ട്. വേറെ ചിലർ കള്ളന്മാരാണെന്നതാകാനായിട്ട് എന്തെങ്കിലുമൊക്കെ മുഖത്തൊക്കെ വാരിപ്പൂശി അല്ലേ കള്ളത്തരങ്ങൾ തോന്നുന്നതായിട്ടുള്ള വേഷങ്ങൾ. അപ്പം അങ്ങനെ രണ്ട് തരത്തില് എന്ന് പറഞ്ഞു. ചോരപാല അപദേശത നിലായന ക്രീഡാഹ ചക്രുഹു, നിലായന ക്രീഡകളെ ചെയ്തു എന്നാണ് ചക്രുഹു. എല്ലാവരും കൂടി കളിച്ചു എന്നർത്ഥം. അതന്നെ ഒളിച്ചു കളി. തത്രാസൻ കതിചിച്ചോരാഹ പാലാശ്ച കതിചിനൃപ മേഷായിദാശ്ച തത്രൈകേ വിജഹ്രുഹു അകുതോഭയാഃ. തത്ര ആസൻ കതിചിച്ചോരാഹ പാലാശ്ച കതിചിനൃപ മേഷായിദാശ്ച തത്രൈകേ വിജഹ്രുഹു അകുതോഭയാഃ. തത്ര അവിടെ അതിൽ എന്നർത്ഥം. ആ കളിയില് കതിചിത് ചോരാഹ, കതിചിത് എന്ന് പറഞ്ഞാൽ ഏതാനും ചിലർ, ചോരാഹ ആസന്ന് ചോരന്മാരായി ഭവിച്ചു, കള്ളന്മാരുടെ വേഷം കെട്ടി. ഹേ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, അങ്ങേക്കറിയാലോ കള്ളന്മാരുണ്ടെങ്കിൽ ആര് വേണം? പട്ടാളക്കാർ വേണം, പോലീസുകാർ വേണം ഇവരെയൊക്കെ പിടിക്കാൻ. അപ്പൊ അതുപോലെ കതിചിത് പാലാഹ, ചിലര് പാലന്മാരുമായി പോലീസുകാരുടെ വേഷത്തിൽ കുറച്ചു പേര്, ഭടന്മാരായിട്ട് കുറച്ചു പേര്, ഏകേ മേഷായിതാഹ, ഏകേ ചിലര് മേഷായിതാഹ, മേഷം എന്ന് പറഞ്ഞാൽ ആട്, ആയിതാഹ ആടായി ഭവിച്ച്, ആടായി ഭാവിച്ച് എന്നൊക്കെ അർത്ഥം. അപ്പൊ ആട്ടിനെ പോലെ ആയിട്ട് അല്ലെ, ആടിന്റെ വേഷം കെട്ടുന്നത് പോലെയും ആട് കരയുന്നത് പോലെയൊക്കെ കുട്ടികൾ അഭിനയിക്കും. അപ്പൊ അങ്ങനെ ചിലര് മേഷായിതാഹ കതിചിത് ആസന്നെ ചിലര് ഭവിച്ചു. അപ്പൊ ഈ പാലാഹ എന്നുള്ളതില് പോലീസുകാരുണ്ടാവും, അവരുടെ അധികാരികളായിട്ടുള്ള അല്ലെ രാജാവും മന്ത്രിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അകുതോഭയാഹ വിജഹ്രുഹു. അകുതോഭയാഹ എന്ന് പറഞ്ഞാൽ കൃഷ്ണനും രാമനും കൂടെയുള്ളപ്പോ എന്തിനു ഭയപ്പെടണം അല്ലേ? അതുകൊണ്ട് ആരിൽ നിന്നും എവിടെ നിന്നും ഭയമില്ലാതെ അവർ നിഷ്കളങ്കരായിട്ട് കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ആയിട്ട് ഒരു ഭയവും കൂടാതെ ഒരു സങ്കോചവും കൂടാതെ ആരെയും സംശയം കൂടാതെ അവർ കളിക്കണം. അപ്പൊ ആ കൂട്ടത്തിലാണ് ഇനി ഒരു കള്ളൻ വരുന്നത്. ഇവര് ശങ്കിക്കുന്നില്ല, കാരണം ആർക്കും വരാൻ ധൈര്യം ഉണ്ടാവില്ല എന്ന് അവർക്ക് നല്ല വിശ്വാസമുണ്ട്. അഥവാ ആരെങ്കിലും വന്നാലും ഈ കൃഷ്ണന്റെയും രാമന്റെയും അടുത്ത് അവരുടെ വിദ്യകളൊന്നും വിലപ്പോവില്ല. അതുകൊണ്ട് അവർ ധൈര്യമായിട്ട് കളിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജഹ്രു വിഹരിച്ചു. മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷദൃക് മേഷായിതാൻ അപോവാഹ പ്രായശ്ചോരായിതോ ബഹൂൻ. മയപുത്രഃ മഹാമായഃ വ്യോമഃ ഗോപാലവേഷദൃക് മേഷായിതാൻ അപോവാഹ പ്രായഃ ചോരായിതോ ബഹൂൻ. അപ്പോ മയപുത്രൻ, മയൻ എന്ന അസുര ശില്പിയാണ് അദ്ദേഹം അല്ലേ, ഫേമസ് ആണ്. വിശ്വകർമാവിന്റെ മകനാണ് മയൻ, അസുരശില്പിയാണ്. ആ അസുരന്റെ പുത്രനാണ് ഇവിടെ മയപുത്രൻ. അപ്പൊ മയപുത്രനായിട്ടുള്ള മഹാമായ, വലിയ മായാവിയായിട്ടുള്ള വ്യോമഹ, വ്യോമൻ എന്ന് പേരുള്ളതായിട്ടുള്ള അസുരൻ, വ്യോമാസുരൻ. അപ്പൊ വ്യോമഹ മയപുത്ര ഗോപാലവേഷദൃക്, ഒരു ഗോപാലന്റെ വേഷത്തെ ധരിച്ചവനാണ് ദൃക്ക്. ഗോപാലവേഷം ധരിച്ചവനായിട്ട് ചോരായുധ, സ്വയം ചോരായുധ, ഗോപാലവേഷം കേട്ടിട്ട് കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ചോരനാണ്, കള്ളനാണ്, ഞാൻ കള്ളനായിട്ട് കളിച്ചോളാം. അപ്പോൾ കള്ളന്മാരുടെ പക്ഷത്ത് അവൻ കൂടി.
അങ്ങനെ ചോരായത് മേഷായിതാൻ ബഹൂൻ പ്രായ അപോവാഹ. മേഷായിതാൻ എന്ന് പറഞ്ഞാൽ ആടിന്റെ രൂപത്തിൽ ആടായി അഭിനയിക്കുന്നവരായ ഗോപന്മാരുണ്ട്. അവരെ ബഹൂൻ ഒരുപാട് പേരെ, ആട്ടിൻകൂട്ടങ്ങളെ തന്നെ മൊത്തത്തിൽ കട്ടുകൊണ്ടുപോകുന്നത് പോലെ, പ്രായ എന്ന് പറഞ്ഞാൽ ക്രമേണ, പ്രായേണ നല്ലതുപോലെ, അപോവാഹ അപവഹിച്ചു തട്ടിക്കൊണ്ടുപോയി എന്നർത്ഥം. അപ്പൊ കള്ളനായിട്ട് ഈ മഹാമായാവിയായിട്ടുള്ള വ്യോമാസുരൻ ആടായിട്ട് അഭിനയിക്കുന്നവരായ ഗോപബാലന്മാരെയെല്ലാം അപവഹിച്ചു കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോയി. എന്നിട്ടോ മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷദൃക് മേഷായിതാൻ അപോവാഹ പ്രായശ്ചോരായിതോ ബഹൂൻ ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ ശിലയാ പിദധേ ദ്വാരം ചതുഃപഞ്ചാവശേഷിതാഃ. ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ ശിലയാ പിദധേ ദ്വാരം ചതുഃപഞ്ചാവശേഷിതാഃ. എന്ത് ചെയ്തു? നീതം നീതം, താൻ നയിച്ചു കൊണ്ടുപോയ ഗ്രൂപ്പായിട്ട് ആട്ടിൻകുട്ടികളെ ആട്ടിക്കൊണ്ടുപോയെന്ന പോലെ ഈ ഗോപബാലന്മാരെ നയിച്ചു. ആ മഹാസുര, വലിയ ശക്തനായ അസുരൻ, ഗിരിധര്യാം വിനിക്ഷിപ്യ, ഗിരിധരി എന്ന് പറഞ്ഞാൽ പർവ്വത ഗുഹ, ധരി എന്നാൽ ഗുഹ, അപ്പോ ഗിരിധരി പർവ്വത ഗുഹ, അതിൽ നിന്നാണ് ഗിരിധര്യാം, പർവ്വത ഗുഹയിൽ വിനിക്ഷിപ്യ, അവരെ നിക്ഷേപിച്ചിട്ട് അവരോട് നയത്തിൽ പറയും, നിങ്ങൾ ഇതിന്റെ അകത്ത് കിടക്കൂ, ഞാൻ കള്ളനാണ്, നിങ്ങൾ കട്ട മുതലാണ്, അപ്പൊ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കൂ, നമ്മൾക്ക് കളിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച്, അതാണ് അകുതോഭയാഹ എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ, അവര് യാതൊരു ശങ്കയുമില്ലാതെയാണ് ഇയാൾ പറഞ്ഞതനുസരിച്ച് അവരെല്ലാം ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു? ഇയാള് എല്ലാരെയും ഗുഹയ്ക്കകത്താക്കിയിട്ട് ആ ദ്വാരത്തെ, ഗുഹാദ്വാരത്തെ ശിലയാ പിദധേ, ശില കൊണ്ട്, വലിയ പാറക്കല്ലുകൊണ്ട്, അല്ലേ, നമ്മുടെ എന്താ പറയുക, ബാലി സുഗ്രീവ വധത്തിൽ ബാലി മരിച്ചു എന്ന് കരുതി സുഗ്രീവൻ ദ്വാരമടച്ചതുപോലെ ശിലയാ പിദതേ, പിദതേ എന്ന് പറഞ്ഞാൽ ആച്ഛാദനം ചെയ്തു, മറച്ചു എന്നർത്ഥം. വലിയൊരു പാറ കൊണ്ട് ആ ദ്വാരത്തെ അടച്ചു. ആര്? ഈ വ്യോമാസുരൻ. ഈ കുട്ടികളെയൊക്കെ ആടിന്റെ ഇതില് വ്യാജേന അവിടേക്ക് കളിക്കുന്ന ഭാഗമായിട്ട് കൊണ്ടുപോയിട്ട് കുട്ടികൾ അറിയുന്നില്ല. കുട്ടികൾ പിന്നീടാണ് അതിൻ്റെ അകത്ത് ശ്വാസം മുട്ടുക. അപ്പൊ ശിലയാ ദ്വാരം പിതതേ ചതുഃപഞ്ച അവശേഷിതാഹ. ഇങ്ങനെ കളി പുരോഗമിക്കുമ്പോ ഭഗവാൻ നോക്കുമ്പോണ്ട് ആയിരക്കണക്കിന് കുട്ടികളുണ്ടായിരുന്നതാണ്. ഇപ്പൊ നോക്കുമ്പോ വിരലിലെണ്ണാവുന്ന ചതുഃപഞ്ച, 4 or 5 പിള്ളേരെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഏത് വഴിക്ക് പോയി എന്നറിയില്ല. അപ്പോ പോലീസുകാരായിട്ടുള്ള പിള്ളേരെയും കട്ടുകൊണ്ടുപോയി, കള്ളന്മാരായിട്ടുള്ള പിള്ളേരെയും കട്ടുകൊണ്ടുപോയി, ആടുകളായിരിക്കുന്നവരെയും കട്ടുകൊണ്ടുപോയി. അപ്പോൾ എല്ലാവരെയും അവസാനം ക്രമത്തിൽ കൊണ്ടുപോയി ഈ ഗുഹകളിൽ അടച്ചു എന്നാണ് പറയുന്നത്. ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ ശിലയാ പിദധേ ദ്വാരം ചതുഃപഞ്ചാവശേഷിതാഃ. തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണഃ ശരണദഃ സദാം ഗോപാൻ നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസാ. തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണഃ ശരണദഃ സദാം ഗോപാൻ നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസാ. അപ്പൊ കൃഷ്ണഃ സദാം ശരണദഃ, കൃഷ്ണൻ ആരാണ്? സജ്ജനങ്ങൾക്ക് ശരണം ദാനം ചെയ്യുന്നവനാണ്, എല്ലാവർക്കും അഭയം കൊടുക്കുന്നവനാണ് ഭഗവാൻ. അദ്ദേഹം എന്തായി? തസ്യ തത്കർമ്മ വിജ്ഞായ, തസ്യ വ്യോമാസുരസ്യ തത്കർമ്മ, ഈ ഒരു ക്രൂരകർമ്മം, എല്ലാവരെയും കൊണ്ടുപോയി ഗുഹയ്ക്കകത്ത് കല്ലിട്ട് അടയ്ക്കുന്നത്, തത്കർമ്മ വിജ്ഞായ, അതിനെ അറിഞ്ഞിട്ട് ആ സദാം ശരണദഃ കൃഷ്ണഃ എന്ത് ചെയ്തു? ഗോപാൻ നയന്തം ജഗ്രാഹ, ഗോപന്മാരെ പിന്നെയും ബാക്കിയുള്ളവരെയും കൂടി നയിച്ചു കൊണ്ടുപോകണം അവിടേക്ക്, ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോയി അടയ്ക്കാൻ. അങ്ങനെ പോകുന്ന പോക്കില് അവനെ ചെന്ന് ഗ്രഹിച്ചു, പിന്നാലെ ചെന്ന് പിടിച്ചു. ജഗ്രാഹ ഏതുപോലെ? മൃഗം ഹരിഹി ഇവ ഓജസ. ഹരിഹി എന്ന് പറഞ്ഞാൽ സിംഹം, മൃഗം എന്ന് പറഞ്ഞാൽ ചെന്നായ. അപ്പോ ചെന്നായ ആട്ടിൻകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമ്പോ ആ ചെന്നായയെ സിംഹം വന്ന് പിടിക്കും. എന്നിട്ട് അപ്പോ ചെന്നായ വായിൽ നിന്ന് ആട്ടിൻകുട്ടികളെ വിടും.
അപ്പൊ ചെന്നായിയെ വിട്ടിട്ട് ആട്ടിൻകുട്ടിയാണ് സിംഹം പിടിക്കുക. സിംഹത്തിന് വേണ്ടത് ആട്ടിൻകുട്ടിയാണ് അല്ലെ. സിംഹത്തിന് കിട്ടേണ്ട ഭാഗത്തെ ഈ ചെന്നായ കൊണ്ടുപോകുമ്പോൾ സിംഹത്തിന് സഹിക്കില്ല. അങ്ങനെ ചെന്നായയെ ചെന്ന് കടിച്ചു കുടയും. അപ്പൊ പിന്നെ നിവൃത്തിയില്ലാതെ ചെന്നായ ആട്ടിൻകുട്ടിയെ വിടും. അതുപോലെ ഭഗവാൻ പിടിച്ചു. ഹരിഹി മൃഗം ഇവ ഓജസ. ഓജസ എന്ന് പറഞ്ഞാൽ ബലാത്കാരേണ ശക്തമായിട്ട് അവൻ രക്ഷപ്പെടാത്ത രീതിയിൽ തന്നെ അവനെ പിടിച്ചു. അങ്ങനെ പിടിച്ചപ്പോഴോ സനിജം രൂപമാസ്ഥായ ഗിരീന്ദ്ര സദൃശം ബലീ ഇച്ഛൻ വിമോക്തുമാത്മാനം നാശക്നോദ്ഗ്രഹണാതുരഃ. സനിജം രൂപമാസ്ഥായ ഗിരീന്ദ്ര സദൃശം ബലീ ഇച്ഛൻ വിമോക്തുമാത്മാനം നാശക്നോദ്ഗ്രഹണാതുരഃ. ആ സഹ ബലീ, ആ ബലവാനാണ് ആര്? വ്യോമാസുരൻ. അവൻ നിജരൂപം ആസ്ഥായ, തന്റെ ഗോപവേഷം വെടിഞ്ഞു. എന്നിട്ടോ തന്റെ ഒറിജിനൽ തനി സ്വരൂപം എടുത്തു. അതെങ്ങനെയുള്ളത്? ഗിരീന്ദ്ര സദൃശം, പർവ്വതേന്ദ്ര സദൃശം, വലിയൊരു പർവ്വതാകാരം. അപ്പൊ പർവ്വതാകാരമായിട്ടുള്ള തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അവൻ സ്വീകരിച്ചു, ബലവാനായിട്ടുള്ള വ്യോമാസുരൻ. എന്നിട്ടോ ആത്മാനം വിമോക്തും ഇച്ഛന്, ആത്മാനം തന്നെ കൃഷ്ണന്റെ പിടിയിൽ നിന്ന് വിമോക്തും മോചിപ്പിക്കുവാനായിട്ട് ഇച്ഛിച്ചുകൊണ്ട്, എന്തായാലും അവന്റെ മോക്ഷേച്ഛ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കും അല്ലെ. അവൻ മോചിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരിൽ നിന്ന്? ഭഗവാന്റെ പിടിയിൽ നിന്ന്. പക്ഷെ ഭഗവാൻ എന്താ ചെയ്യുക? സംസാര പിടിയിൽ നിന്ന് അവനെ മോചിപ്പിക്കും. പൂതന മുഞ്ച എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ മോക്ഷം കൊടുത്തതുപോലെ ഇവനും ആത്മാനം വിമോക്തുമിച്ചന്, തന്നെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണന്റെ പിടിയിൽ നിന്നാണെന്ന് മാത്രം. പക്ഷേ ഭഗവാൻ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുന്ന പ്രശ്നമുണ്ടോ? അത് ഏത് രൂപത്തിലാണെങ്കിലും, ശത്രുവാണെങ്കിലും, സ്നേഹത്തോടു കൂടിയാണെങ്കിലും, ഏത് ഭാവത്തിലും ഭഗവാനെ ആരെങ്കിലും പിടിച്ചാൽ ഭഗവാൻ പിന്നെ വിടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഗ്രഹണാതുര, ഭഗവാന്റെ ഗ്രഹണത്താൽ ആതുരനാണ്. ഭഗവാൻ ശരിക്കും കഴുത്തിന് പിടിച്ചിട്ടുണ്ടാവും, പിടിക്കേണ്ട പോലെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആതുരനാണ്, പീഡിതനാണ് അവൻ. ആത്മാനം വിമോക്തും നാശക്നോത്, അവൻ ശക്തനായില്ല. അവന് ഭഗവാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കുതറാനൊന്നും സാധിച്ചില്ല. കാരണം അമ്മാതിരി പിടിയാണ് ഭഗവാൻ പിടിക്കുക. ഭഗവാൻ ഒരിക്കൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ പിടിയിൽ നിന്ന് മോചിക്കാൻ അവന് സാധ്യമല്ല. അത് ഭഗവാന്റെ അനുഗ്രഹമാണത്. അപ്പൊ എന്തായാലും ഭഗവാന്റെ അടുത്തേക്ക് തെരഞ്ഞു വന്നതല്ലേ, ഭഗവാന്റെ കൈകൊണ്ട് തന്നെ അവന്റെ മരണവും സംഭവിക്കും. അതോടൊപ്പം അവന് ഗതിയും കിട്ടും, മോക്ഷവും കിട്ടും. അപ്പോ സനിജം രൂപമാസ്തായ ഗിരീന്ദ്ര സദൃശം ബലി ഇച്ഛൻ വിമോക്തുമാത്മാനം നാശക്നോദ്ഗ്രഹണാതുരഃ. തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരം അമാരയത്. തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരം അമാരയത്. അച്യുതഃ, ഒരിക്കലും ച്യുതിയില്ലാത്തവനായ ഭഗവാൻ, തം ദോർഭ്യാം നിഗൃഹ്യ, അവനെ തന്റെ കൈകൾ കൊണ്ട്, ഭഗവാന്റെ കൈകൾ കൊണ്ട്, ദോർഭ്യാം നിഗൃഹ്യ, നല്ലതുപോലെ ഗ്രഹിച്ചിട്ട് പിടിച്ചിട്ട്, മഹീതലേ പാതയിത്വ, ഭൂമിയിലേക്ക് അവനെ വലിച്ചിട്ടു. പർവ്വതാകാരമായി ഉയർന്നു നിൽക്കുന്ന, പന പോലെ നിൽക്കുന്ന അസുരനെ ഭഗവാൻ തന്റെ കൈകളെ കൊണ്ട് ബലാത്കാരേണ ഭൂമിയിലേക്ക് പതിപ്പിച്ചു. അതാണ് മഹീതലേ പാതയിത്വ. ദിവി പശ്യതാം ദേവാനാം, ദേവാനാം ദിവി പശ്യതാം സദാ, ദേവന്മാരെല്ലാം ആകാശത്ത് നോക്കി നിൽക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പശുമാരം അമാരയത്, പശുക്കളെ മാരണം ചെയ്യുന്നവനാണ് ഇവൻ, അഥവാ മനുഷ്യരെയും ജന്തുക്കളെയൊക്കെ ഹിംസിക്കുന്നവൻ. അവനെ ഭഗവാൻ അമാരയത്, മാരണം ചെയ്തു, കൊന്നുകളഞ്ഞു എന്നർത്ഥം. അല്ലെങ്കിൽ പശുമാരം ഇവ എന്നൊരർത്ഥത്തില്, പശുമാരൻ എന്ന് പറഞ്ഞാൽ ഈ ജന്തുക്കളെ ബലിയിലും മറ്റുമൊക്കെ തലതിരിച്ച് ഇങ്ങനെ അല്ലെ കഴുത്ത് പിരിച്ച് കൊന്നുകളയും.
അപ്പൊ അതുപോലെ യാഗപ്പശുവിനെ എന്നതുപോലെ ഭഗവാൻ ഞെക്കിക്കൊന്നു എന്നൊക്കെ അർത്ഥം. കഴുത്ത് ഞെരിച്ചോ ഞെക്കിക്കൊന്നു എന്ന് അർത്ഥം. പശുമാരം അമാറയത്. വ്യോമാസുരനെ ഭഗവാൻ ദുഷ്ടനെ വധിച്ചു എന്ന് മുഖ്യമായിട്ട് അർത്ഥം. പശുമാരം അമാറയത്. ഗുഹാപിദാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃച്ഛ്രതഃ സ്തൂയമാനസുരൈർഗോപൈഃ പ്രവിവേശ സ്വഗോകുലം. ഗുഹാപിദാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃച്ഛ്രതഃ സ്തൂയമാനസുരൈർഗോപൈഃ പ്രവിവേശ സ്വഗോകുലം. ഗുഹാപിദാനം നിർഭിദ്യ, ഗുഹയ്ക്ക് അല്ലേ പിദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് മറച്ചിട്ടുണ്ട്. കല്ലുകൾ കൊണ്ട് ഗുഹാദ്വാരങ്ങളെ മറച്ചിട്ടുണ്ട്, ആച്ഛാദനം ചെയ്തിട്ടുണ്ട്. ആ പിദാനത്തെ നിർഭിദ്യ എന്ന് പറഞ്ഞാൽ നിതരാം ഭേദനം കൃത്വ, ഭേദ്യം കൃത്വ, അതിനെ ഭേദിച്ചിട്ട് ഭഗവാൻ തകർത്തു. അങ്ങനെ ഗുഹാദ്വാരത്തെ തുറന്ന് കൃച്ഛ്രത ഗോപാൻ നിസ്സാര്യ. കൃച്ഛ്രത എന്ന് പറഞ്ഞാൽ ക്ലേശത്തിൽ നിന്ന്, അവരനുഭവിക്കുന്ന കഠിനമായിട്ടുള്ള ശ്വാസ തടസ്സാദി അസ്വാതന്ത്ര്യാദി ക്ലേശങ്ങളിൽ നിന്ന്, കൃച്ഛ്രത്തിൽ നിന്ന് ഗോപന്മാരെ നിസ്സാര്യ. നിസ്സാര്യ എന്ന് പറഞ്ഞാലോ പുറത്തേക്ക് നയിച്ചിട്ട് കടത്തി വിട്ടിട്ട് എന്നൊക്കെ അർത്ഥം. ക്ലേശത്തിൽ നിന്ന് നിസ്സരിപ്പിച്ചിട്ട്, നിസ്സരിപ്പിക്കുക, നിർഗമിപ്പിക്കുക. നിർഗമം ആണ് നിസ്സാരം, പുറത്തേക്ക് ഗമിപ്പിക്കുക. അങ്ങനെ നിർഗമിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഗോപാൻ നിസ്സാര്യ സുരൈഹി ഗോപൈഹി സ്തൂയമാനഃ സ്വഗോകുലം പ്രവിവേശ. സുരൈഹി ഗോപൈഹി സ്തൂയമാനഃ. ആകാശത്ത് നിന്ന് ദേവന്മാര് സ്തുതിക്കേണ്ട ഭഗവാനെ, ഭൂമിയിലുള്ളതായിട്ടുള്ള ഗോപന്മാരും ഭഗവാനെ സ്തുതിക്കേണ്ട. കാരണം അവരുടെ പ്രാണരക്ഷ ചെയ്തു, അവരെ എന്താ പറയുക ഗുഹയിൽ നിന്ന് മോചിപ്പിച്ചു, അവരുടെ ജീവരക്ഷയാണ് ഭഗവാൻ ചെയ്തത്. അപ്പൊ അതിന് കൃതജ്ഞതാപൂർവം ഗോപന്മാരെ സ്തുതിച്ചു. മുകളിലുള്ള ദേവന്മാരെ ആരാധനാപൂർവം ഭഗവാന്റെ ആ വൈഭവം കണ്ട് അവരും സ്തുതിച്ചു. അങ്ങനെ ഗോപന്മാരാലും സുരന്മാരാലും സ്തുതിക്കപ്പെട്ടവനായി സ്വഗോകുലം പ്രവേശ. ഭഗവാൻ തിരിച്ച് വൈകുന്നേരം പശുക്കളെ ആട്ടിക്കൊണ്ട് ഗോകുലത്തിലേക്ക് മടങ്ങി വന്നു എന്നർത്ഥം. ഇതായിരിക്കണം ഭഗവാന്റെ ഗോകുലത്തിലെ അവസാന ലീല. നാരദൻ പറഞ്ഞതുപോലെ ഈ ഒരു ലീലയോടുകൂടെ പിന്നീട് അക്രൂരന്റെ ആഗമനമാണ്. അപ്പൊ ഗോകുലത്തിൽ ഇനിയൊരു ആപത്ത് വരാനില്ല. എല്ലാ ആപത്തുകളെയും ഭഗവാൻ തീർത്തു കഴിഞ്ഞു. ഈ ആപത്തുകളൊക്കെ വന്നതോ ഭഗവാൻ ഇവിടെ ഉള്ളത് കൊണ്ടുമാണ്, അല്ലേ? ഭഗവാനെ തെരഞ്ഞു വരുന്നവരാണ് ഈ കംസന്റെ ഭൃത്യന്മാരൊക്കെ. അപ്പോൾ ഭഗവാൻ ഇവിടുന്ന് മാറുന്നതോട് കൂടിയിട്ട് അവർക്ക് ഇനി ആപത്ത് വരില്ല. മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം അവർക്കുണ്ട്, ഭഗവാന്റെ രക്ഷ അവർക്കുണ്ട്. അതുകൊണ്ട് ഇനി അവരുടെ ജീവിതം ഇനി ആകെ ശാന്തമാണ്, സ്വസ്ഥമാണ്. പക്ഷേ വിരഹ ദുഃഖമുണ്ട്. ആ ദുഃഖം അവരുടെ മനസ്സിൽ എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ കാരണമാക്കും. കാരണം ഇത്രയും 11 വർഷം കൊണ്ട് ഭഗവാൻ എല്ലാവരുടെ ഹൃദയങ്ങളെയും കയ്യിലെടുത്തു കഴിഞ്ഞു. അവരെയൊക്കെ എന്താ പറയുക, ഇനി വേറൊന്നും ചിന്തിക്കാനില്ലാത്ത രീതിയിൽ അവരുടെ മനസ്സിനെ നിരോധം ചെയ്തു കഴിഞ്ഞു, അല്ലേ? ചിത്തവൃത്തി നിരോധ. അപ്പോ എവിടെ എന്ത് കണ്ടാലും അതിലൊക്കെ കൃഷ്ണന്റെ സ്പർശം കാണും. അവരുടെ ജീവിതം തന്നെ പശുക്കളെ മേയ്ക്കലാണ്. ആ പശുക്കളെ മേയ്ക്കാൻ ഗോവർദ്ധനത്തിലും കാളിന്തിയിലും വൃന്ദാവനത്തിലും അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഓരോ പുൽക്കൊടിയിലും ഭഗവാന്റെ സ്പർശമുണ്ട്. ഓരോ വൃക്ഷലതാദികളിലും പക്ഷി മൃഗാദികളിലും ഭഗവാന്റെ ആ ഒരു സ്പർശമുണ്ട്. എന്ത് കണ്ടാലും, നല്ലത് കണ്ടാലും, ഏത് മോശമായിട്ടുള്ളത് കണ്ടാലും അപ്പോഴൊക്കെ അവര് കൃഷ്ണനെ സ്മരിക്കാതിരിക്കില്ല, അല്ലേ? ഒരു വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കണ്ടാൽ അവർ പറയും കൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ, എന്ത് സന്തോഷമായിരിക്കും. കൃഷ്ണനെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂക്കളൊക്കെ വികസിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി വികസിക്കണോ എന്നൊക്കെ ചിലപ്പോൾ പൂക്കളെ നോക്കി ചോദിക്കും. ഈ വാടിക്കിടക്കുന്ന ഒരു പൂവിനെ കണ്ടാലോ കൃഷ്ണൻ ഇല്ലാത്തതിൻ്റെ വിഷമമാണ് ആ പൂവിന് എന്ന് പറഞ്ഞ് പൂവിനെ ചൂണ്ടി പറയാം. മയിലുകൾ നൃത്തം വയ്ക്കുമ്പോൾ നോക്കൂ, അവരൊക്കെ കൃഷ്ണന് കാണാൻ വേണ്ടിയായിരുന്നു നൃത്തം വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ആരെ കാണിക്കാനാണ് എന്ന് പറയാം. ഇങ്ങനെ ആ പ്രകൃതിയിലുള്ള ഓരോ പുൽക്കൊടിയെയും
സ്ഥാവരങ്ങളെയും ജംഗമങ്ങളെയും എല്ലാം കൃഷ്ണനോട് ബന്ധിപ്പിച്ചിട്ടാണ് കൃഷ്ണൻ പോകുന്നത്. എന്ത് കണ്ടാലും തന്നെ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഗോപികമാരുടെയും ഗോപന്മാരുടെയും ആ മനസ്സിനെ ഈശ്വരമയമാക്കി, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഈ പ്രകൃതിയെ ബന്ധപ്പെടുത്തി. അവരുടെ ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. നമ്മൾക്കും അതുപോലെ ആവാൻ സാധിച്ചാലോ? പ്രകൃതിയിൽ എന്ത് കാണുമ്പോഴും ഭഗവാനെ കാണാൻ കഴിഞ്ഞാലോ, ഭഗവത് സ്മരണയുണ്ടായാലോ, അല്ലേ? അതിനാണ് വിരാട് പുരുഷ വർണ്ണനയല്ല. അതിനാണ് കവികളൊക്കെ പല പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മയിൽപീലി തുണ്ട് കണ്ടാൽ ഭഗവാന്റെ സ്മരണ വരണം, ഒരു മുളന്തണ്ട് കണ്ടാൽ ഭഗവാന്റെ സ്മരണം വരണം, പശുക്കുട്ടികളെ കണ്ടാൽ ഭഗവാന്റെ സ്മരണം വരണം, അല്ലേ? കാർമേഘത്തെ കണ്ടാൽ ഭഗവാന്റെ സ്മരണ വരണം, ഒഴുകുന്ന നദികളും മലകളും എല്ലാം കാണുമ്പോൾ ഭഗവാന്റെ സ്മരണ വരണം. ഇങ്ങനെ പ്രകൃതിയിൽ എന്ത് കണ്ടാലും ആ ഭഗവാന്റെ സ്മരണ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളും ആ ഗോപികമാരെ പോലെ ഗോപന്മാരെ പോലെ രക്ഷപ്പെട്ടു. അവർക്ക് അത്രയും അവരുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് വേറൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഭഗവാൻ ആക്കിയിട്ടാണ് ഇവിടെ നിന്ന് തൻ്റെ 11 വർഷത്തെ ജീവിതം, ഗോകുലത്തിലുള്ള ജീവിതത്തെ ഉപസംഹരിച്ച് മധുരാപുരിയിലേക്ക് ഭഗവാൻ പോകുന്നത്. ആ മധുരാപുരിയിലേക്ക് പോകുന്ന അതിലേക്ക് അക്രൂരൻ്റെ വരവാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വ്യോമാസുരവധോ നാമ സപ്തത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പൊ നമുക്കൊരു 3-4 ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് അക്രൂര ആഗമനത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷമയോടുകൂടി ഇരിക്കുക. ഹരി ഓം. അത് കഴിഞ്ഞ് 20-ാം തീയതി ഒരു പ്രോഗ്രാം ചേർത്തലയിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ശിവരാത്രിയും കൂടി കഴിഞ്ഞാൽ വേറെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഏറ്റിട്ടില്ല. കുറേ ദിവസം നമുക്ക് ഇവിടെ തന്നെ കാണാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, അല്ലേ? പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ ഓരോ പരിപാടികളേ ഉള്ളൂ. നമുക്ക് ദിവസവും 2 നേരമൊക്കെ ആയിട്ട് വേഗത്തിൽ പോകാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഞായറാഴ്ച രാവിലെ വരുന്നവർക്കൊക്കെ വരാം. നേരത്തെ ഒന്ന് അറിയിക്കുക. ഞായറാഴ്ച ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ രാവിലെ 9:30-ക്ക് ശേഷം വരാം. ഉച്ചവരെ പ്രോഗ്രാം ഉണ്ടാവും. നല്ലൊരു സദ്യയും കഴിച്ചിട്ട് പോകാം. ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് ക്ലാസ് എടുക്കാൻ നോക്കാം. ഓ ഹരി ഓം. നാരായണ.